ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം. എല്ലാവരും കുറേ പേര് ഇങ്ങനെ യൂട്യൂബിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കാരണം നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് തന്നെയാണ്, അതും കാർഡ്ബോർഡും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് സിമ്പിളായിട്ടൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഉണ്ടാക്കാൻ പോകണം. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 കാർഡ്ബോർഡ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 വേണം. പിന്നെ വേറൊരെണ്ണം കൂടെ വേണം, ഒരു നീളമുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൂടിനായിട്ട് എടുക്കുന്ന ഇത് 2 അത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അറ്റമെല്ലാം ഫുൾ ഇതുപോലെ ഇങ്ങനെ കീറി എടുക്കണം. ഫുള്ള് ഇങ്ങനെ ഈ അറ്റമൊന്നും നമുക്ക് വേണ്ട, 2 കീറി എടുക്കണം. ഇതുപോലെ നമ്മളിത് ഇങ്ങനെ പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കാക്കയുടെ സൗണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പീസുകൾ മേൽക്കൂരയ്ക്ക് ആയിട്ട് ഇത് സൈഡിൽ വെക്കുന്ന വീടാണ്. ഈ സൈഡിൽ വെക്കുന്ന വീട്ടിൽ വെക്കാനായിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ മെനക്കേടൊന്നും ഇല്ല. ഇങ്ങനെ നേരെ വരുന്ന ഇങ്ങനെ കാർബോർഡ് ഇട്ട് ഇങ്ങനെ മടങ്ങിയിട്ട് വരുന്ന അത് നീളത്തിന് അങ്ങനെ വെട്ടിയെടുത്തേക്കോ. അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതാ സൈഡിൽ വരുന്ന വീട്. പിന്നെ ഈ വലിയ കാർഡ്ബോർഡ് വെട്ടി ഇതാണ് നമ്മൾ കഴുത്തെടുത്തായിട്ട് നമ്മൾ പുൽക്കൂടായിട്ട് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൽ ഇങ്ങനെ നീളമുള്ള ഷീറ്റ്. ഇത് ഫ്രണ്ട് നോക്കി നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ബാക്ക് കാണത്തില്ല. അപ്പോൾ നമുക്ക് ബാക്കിൽ പ്രത്യേകിച്ചൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളവർക്ക് വെക്കാം. പിന്നെ ഇങ്ങനെ ഒരു നീളമുള്ള പീസ്, ഇങ്ങനെ 2 പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ 2 സൈഡിൽ വെക്കാനും ഇത്. പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ മേൽക്കൂരെല്ലാം ഞാൻ കാണിച്ച പോലെ ഒട്ടിച്ചെടുത്താൽ മതി. സൈഡിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് തേച്ചിട്ട് പശ തേച്ചിട്ട് ഫുള്ള് ഇത് ഇങ്ങനെ മേൽക്കൂര സെറ്റാക്കി വെക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒട്ടിച്ചിട്ട് കാണിച്ചേക്കാം. ഇതാണ് 2 കൂട് നമ്മൾ സെറ്റാക്കിയേക്കുന്നത്. ഇത് വലുത് നമ്മുടെ തൊഴുത്ത്, മറ്റേ നമ്മുടെ കരുത്തൊഴുത്ത് പുൽക്കൂട്. ഇത് സൈഡിലത്തെ വീട്. ഇത് 2 ഞാൻ മേൽക്കൂര ഒട്ടിച്ച് വാതിലെല്ലാം വെട്ടി ഇതുപോലെ ഇങ്ങനെ ജനലെല്ലാം വെട്ടിയെടുത്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് സെറ്റ് ചെയ്യണം. ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഇങ്ങനൊരു ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലക ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതാകുമ്പോൾ അതിലാണ് നമ്മൾ ഈ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ ബേസായിട്ട് എടുക്കുക. ഇവിടെ പലകയില്ലായിരുന്നു, അതുകൊണ്ട് ഇതിൽ പോയി. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വല്ല പലക എന്തെങ്കിലും സെറ്റാക്കി വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ കുന്നും ചെരുവ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇങ്ങനൊരു ഇത് സെറ്റാക്കി എടുക്കുന്നു. നമ്മൾ കയറ്റി നോക്കാം. ഇതിലാണ് നമ്മൾ മറ്റേ വീട് വെക്കുന്നത് മുകളിലത്തെ. ഈ താഴോട്ട് ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കളയാം. നമുക്കിത് കുറച്ച് പൊക്കവും ഇതൊരുമാതിരി താഴത്തോട്ട് കിടക്കുന്നതൊക്കെ തോന്നുന്നുണ്ടോ, കുറച്ച് പാറക്കെട്ട് പോലെ നല്ല നാച്ചുറലായിട്ട് തോന്നിക്കാൻ ഇങ്ങനെ ന്യൂസ് പേപ്പർ എല്ലാം ചുരുട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ വീട് വെക്കുന്നിടത്ത് വേണ്ട, ഇത് അടുത്തുള്ള വീടാണ്. ബാക്കിയുള്ള സ്ഥലം ഫുൾ അങ്ങനെ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റേ വീട് വെക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇറക്കാനാണ് ഗ്ലൗസ് ഇട്ടേക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇറക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് വേണം കഴിയും. ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇറക്കും. ഈ വെള്ളം വേണം. കുറച്ച് തുണി മുക്കി ഇടാനായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബക്കറ്റ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. കാരണം കെമിക്കലാണ്. ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും നല്ല തോനെ വെള്ളം വേണം തുണി മുക്കിയിട്ട് ഇടാനായതുകൊണ്ട്. ഇത്രയും എടുത്ത് നമുക്ക് ഇതിനകത്ത് തുണി മുക്കാം. നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇതിനകത്ത് തുണി മുക്കാം. ഈ വലിയ തുണിയാണ് എടുത്തേക്കുന്നത്. വലിയ തുണി മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പുറത്തോട്ട് വിരിച്ചിടണം. ചെയ്ത് കൊടുക്കണം. ഒരു പാറക്കെട്ട് പോലെ ഒരു കുണ്ടെന്ന് പറയും.
പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് അവിടെ ഇവിടെ എല്ലാം തേച്ചെടുക്കണം. ഇച്ചിരി കുറച്ച് കട്ടിക്ക് എടുക്കണം. ഇതവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ തേച്ചിട്ട് എടുക്കണം. കുറച്ച് നല്ല കട്ടിയായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബേസ് എല്ലാം സെറ്റ് ചെയ്ത് ആ പുൽക്കൂടിൻ്റെ ഭിത്തിയിലും കൂടെ അതിൻ്റെ അളവിന് തുണി മുറിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുക്കി ഇതാക്കി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങണം, നന്നായിട്ട് ഉണങ്ങി കിട്ടണം. നമ്മൾ അതിൻ്റെ ഈ കൂടിൻ്റെ വാൾ ഭാഗം വരുന്നത്, അതായത് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റേ നമ്മൾ മതിലിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ട് കെട്ടിയ പോലത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുള്ള മതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് തുണി മുക്കിയിട്ട് ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഈ കൂടിന് ചുറ്റും ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. തുണി ഇതിൻ്റെ അളവിന് വെട്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയിട്ട്, പിന്നെ അതുപോലെ ബേസിലും എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് നമ്മൾ ഉണങ്ങാൻ വെച്ചു, ഇങ്ങനെ നൈറ്റ് ഫുള്ള്. പക്ഷേ ഇവിടെ ഇപ്പം കുറച്ച് തണുത്ത കാലാവസ്ഥയാണ്, അതുകൊണ്ട് എപ്പോഴും മഴയും കാര്യങ്ങളും വെയിലില്ലാതെയൊക്കെ കിടക്കുന്ന കാരണം ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഉണ്ടോ, അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിത് ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചൊന്നുമല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചുമ്മാ വെച്ചേക്കുക. അപ്പോൾ ഇത് രണ്ടും എടുത്ത് മാറ്റിയിട്ട് ഈ ബേസ് ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. അക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഈ ബേസ് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബേസ് പെയിൻറ്റ് ചെയ്യാനായിട്ട് റെഡ് കളറ്, അതുപോലെ യെല്ലോ, പിന്നെ കുറച്ച് ബ്ലാക്ക്, ഇത് 3 സെയിം ക്വാണ്ടിറ്റി അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. ഇത് 3 ഇതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന പോലെ സെയിം ക്വാണ്ടിറ്റി അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ചോക്ലേറ്റ് കളറിൽ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ കോട്ട് ബേസ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ ഒരു കളർ വെച്ചിട്ട് മൊത്തം ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളറിൻ്റെ പുറത്തുകൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മളിത് ഫുള്ള് ഇങ്ങനെ ഈ ഒരു കളർ വെച്ചിട്ട് ചെയ്തെടുക്കണം. മറ്റേത് അതിന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയാൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ കാണിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെയിൻറ്റ് ഇങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ, അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. 2 വീടിൻ്റെ വാതിൽ നമ്മൾ മറ്റേ തുണി പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയിട്ട് ഇങ്ങനെ ടെക്സ്ചർ ചെയ്തെടുത്തപ്പോഴത്തേക്ക് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ 2 വീടിൻ്റെ വാതിലും അതുപോലെ ജനലും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിപ്പം ഞാൻ കാണിച്ചെന്ന ആ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്, ആ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് 2 വീടും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഷെയ്ഡ് കൊടുക്കണം. ഈ പാറയുടെ ഇതിലൊക്കെ പായൽ പറ്റിയിരിക്കുന്ന പോലെ ഷെയ്ഡൊക്കെ കൊടുക്കണം. അതിന് പെയിൻറ്റ് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ വീടിനും പെയിൻറ്റ് അടിക്കണം. വീടിനൊരു ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചാൽ മതി. നിങ്ങൾ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചാൽ വീടിനും പെയിൻറ്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നേരത്തെ എടുത്ത പോലെ തന്നെ പക്ഷേ അളവിൽ കുറച്ച് മാറ്റമുണ്ട്. യെല്ലോയും റെഡും കൂടുതലും ബ്ലാക്ക് കുറച്ച് കുറവ് എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ആ ബേസിൽ അങ്ങും ഇങ്ങും ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ ചെറിയൊരു ഇതും കൊടുക്കണം. പിന്നെ ആ കൂടിലും ഇതുപോലെ ഈ പെയിൻറ്റ് അടിച്ചെടുക്കണം ഫുള്ളായിട്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ മറ്റേ പാറ മണക്കിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ ലൈറ്റും ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കണം. ഫുള്ള് ഇങ്ങനെയൊക്കെ അങ്ങും ഇങ്ങും, മൊത്തത്തിലല്ല അങ്ങും ഇങ്ങും അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിന് ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്ക് അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം വീടിനും ബ്രൗൺ ഷെയ്ഡ് കൊടുക്കണം. പിന്നെ ഇത് അവിടെ ഇവിടെ അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞക്കകത്ത് കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് എല്ലാം ബ്ലാക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗ്രീനിഷ് ലുക്ക് കിട്ടും, ഒരു പായലിലേക്ക് ഗ്രീൻ. അതും ഇതുപോലെ അവിടെ ഇവിടെ ചെയ്തെടുക്കണം. ഇത് ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ട് അതിന് ശേഷം മറ്റേ ഒരു ഗ്രീൻ വരുന്ന ഒരു ഷെയ്ഡ് ഇതിൽ പാറപ്പുറത്ത് വരുന്ന പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും ബ്രൗൺ കളർ അടിച്ചിട്ട് അതിൽ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തു. പിന്നെ മരത്തിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി മരത്തിൻ്റെ തോലെടുത്തിട്ടാണ് ഇവിടെ അടുത്തുള്ള വീട്ടിൽ വാതിൽ വെച്ചേക്കുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ പൈൻ ട്രീയുടെ നമ്മുടെ കാറ്റാടി മരത്തിൻ്റെയാണ്. ഞാൻ ഇതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, ഇങ്ങനെ മുകളിൽ മേൽക്കൂരയായിട്ട് വെക്കുന്നത്. അത് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കാറ്റാടിയില ഉണങ്ങിയതുകൊണ്ട് ഉണങ്ങാത്തതും ഉണ്ട് അവിടെ. അപ്പം എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കണം. അതായത് ഇതിലാണെങ്കിൽ ഇങ്ങനെ വരിയായിട്ട് വെക്കണം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഫുള്ള് ഇങ്ങനെ വെച്ച് ഫുള്ള് ഇത് ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ആ കാറ്റാടിയുടെ ഇല ഫുള്ള് ഇതിലെല്ലാം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഭയങ്കരമായിട്ട് ഇറങ്ങി കിടക്കും. ഫുള്ള് ക്രോപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വീട്ടിലും എല്ലാം കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഈ പുറത്ത് വെച്ചേക്കുന്നത് പേപ്പർ ഗ്ലാസ്സാണ്. പേപ്പർ ഗ്ലാസിൻ്റെ താഴ്ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റും ഞാൻ എംബ്രോയിഡറി ത്രെഡാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അല്ല, ബെറ്റർ ആയിട്ടുള്ളത് ചണവാണ്. അത് വെച്ചിട്ട് ഗമ്മ് തേച്ചിട്ട് ചുറ്റിയെടുത്തേക്കുക. അപ്പം നമ്മൾ ആ വെള്ള കളർ ഗ്ലാസിൻ്റെ വെള്ള കളർ കാണത്തില്ല. എന്നിട്ട് അതിനുള്ളിൽ ഇതിൻ്റെ തന്നെ ഈ കാറ്റാടിയുടെ ഒരു കായുണ്ടല്ലോ, പൈൻ ട്രീയുടെ, അത് ഗ്ലൂഗൺ വെച്ചിട്ട് മുകളിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കും. നമുക്കൊരു എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന പാത്രം പോലെ. എന്നിട്ട് അത് ഞാൻ പുറത്ത് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഇതിനകത്ത് മണ്ണൊക്കെ തേച്ച് കൊടുക്കണം. അത് കാണിച്ചു തരാം. ഞാനിത് ഫെവിക്കോളിൻ്റെ അകത്ത് വെള്ളം മിക്സ് ചെയ്ത് എടുത്തതാണ് മണ്ണ് ഒട്ടിക്കാനായിട്ട്. അത് ഇനി ഇതിലേക്ക് ബേസിലേക്ക് ഇടയ്ക്ക് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ മണ്ണ് വിതറി കൊടുക്കണം. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. ഇത് ഭിത്തിയിൽ നമ്മൾ ചെയ്യണം. ആദ്യം നമ്മൾ ബേസിൽ അങ്ങും ഫുള്ളായിട്ട് ചെയ്യേണ്ട, അങ്ങും അതായത് മലഞ്ചെരുവിൽ മണ്ണ് ആണില്ലേ അതുപോലെ. എന്നിട്ട് ഇതുപോലെ ഭിത്തിയിൽ അങ്ങും ഇതുപോലെ മൺവീടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭിത്തിയിൽ അങ്ങും ഗമ്മ വെച്ചിട്ട്, ഇത് ഇച്ചിരി പാടാണ്, എന്നാലും ചെയ്തെടുക്കണം. ഇങ്ങനെ ഇറങ്ങിയിട്ടാൽ മതി, അപ്പോൾ അതിൽ ഭിത്തിയിൽ പറ്റിക്കോളും. അങ്ങനെ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്, ചെയ്തെടുക്കണം. ഇത് 2 വീടിൻ്റെയും ഭിത്തിയിൽ ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഭിത്തിയിലും തറയിലും എല്ലാം മണ്ണൊക്കെ തേച്ച്, അതായത് ഗമ്മ തേച്ചിട്ട് മണ്ണ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ വാളിൽ മൺവീട് പോലെ തോന്നിക്കാൻ വാളിലും തേച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ എടുത്തിട്ടാൽ മതി, കുറച്ച് പാടായിരിക്കും പറ്റി പിടിക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ മതിലിൻ്റെ മുകളിൽ പിടിക്കുന്ന പൂപ്പല, ഇത് കുറച്ച് വേണം നമുക്ക്. ഇതെനിക്ക് മഴ സമയത്ത് കൂടുതലുണ്ടാകുന്നത്, കട്ടിക്ക് ഉണ്ടാകത്തോണ്ട് എനിക്കിങ്ങനെ കുഞ്ഞായിട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഒരു ലെയറായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇത് അങ്ങും ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഈ മരങ്ങളും ഒക്കെ ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ലോങ് വീഡിയോ ആവാതിരിക്കാൻ എല്ലാം പ്രത്യേകം കാണിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് കമ്പെടുത്തിട്ട്, പ്രത്യേകിച്ചൊന്നും ഇല്ല, ചെറിയ കാര്യങ്ങളാണ്. കുറച്ച് കമ്പെടുത്തിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഓരോന്നിട്ട് ഒട്ടിച്ചിട്ട് അതിൽ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തേക്കുക, ഒരു വേലി പോലെ സെറ്റാക്കി എടുത്തേക്കുക. പിന്നെ ഈ പായൽ ഞാൻ അങ്ങും ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട്, ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോള് തേച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിച്ചാലും മതി. പക്ഷെ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. ഗ്ലൂഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഇത് 2 മരം പോലെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 ചെടി. പിന്നെ എന്താ അകത്ത് ഞാൻ കമ്പിങ്ങനെ കുറുക്ക് ഒരു കമ്പ് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം താഴെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം പോലെ വെച്ചിട്ടുണ്ട്. അത് ഒരു തൊഴുത്ത് പോലെയാണ് സെറ്റാക്കി വെക്കുന്നത്. താഴെ കുറച്ച് പുല്ല് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം, ഈ നമ്മൾ മുമ്പ് ചെയ്യുന്ന സ്നോ പോലെ, മഞ്ഞ് പോലെ കാണിക്കാനായിട്ട്. പക്ഷെ അത് ഫേക്കായിട്ട് സ്നോ ഉണ്ടാക്കാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടെ ഒറിജിനലായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പിന്നെ എനിക്കിനി അതിന് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട്, മടിയായതുകൊണ്ട് ഞാൻ മഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഞ്ഞി അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പുല്ല് പോലെ, ചെറിയൊരു പുല്ലും അതിൻ്റെ കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ ചെയ്യാം. തൊഴുത്ത് പോലെയൊക്കെ സെറ്റ് ചെയ്ത്, ഞാൻ അകത്തെ തൊഴുത്ത് സെറ്റ് ചെയ്ത്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാം. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ സെറ്റാക്കി എടുത്തേക്കുന്നത്. നമുക്കിനി രൂപങ്ങളൊക്കെ ഉണ്ട്. ഇത് രൂപം വെക്കാം. അതിന് ആദ്യം മാലാഖിനെ എടുത്തിട്ടുണ്ട്. മാലാഖിനെ നമുക്ക് ഇവിടെ വെക്കാം. വേറെ അടുത്തേതെങ്കിലും നിങ്ങൾ മരമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും വെക്കാം. ഞാനിപ്പോൾ മാലാഖിനെ പുൽക്കൂട്ടിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ഇനി ഉണ്ണീശനെ വെക്കാം. നടുക്കിനെ ഉണ്ണീശനെ വെച്ച് നമുക്കിനി മറിയവും ഔസേപ്പിതാവും. മറിയവും ഔസേപ്പിനെയാണ് നമ്മൾ വെക്കാനുള്ളത്. അതാണ്ട് 2 പേരെ എടുത്തിട്ടുണ്ട്. 2 പേരും ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആട്ടിൻകുട്ടികളൊക്കെ, ആട്ടിനെയൊക്കെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്താം, പുല്ല് തിന്നുന്ന പോലെ. ഇവിടെ ഈ മലഞ്ചെരുവിലോ എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കാം. പിന്നെ ഈ രാജാവ്, അതായത് 3 രാജാക്കന്മാരെ, ഒരാളെ നമുക്ക് വരുന്നതുപോലെ തൊഴുത്തിൽ വെക്കാം. പിന്നെ 2 പേര് വരുന്നതായിട്ട് വഴിയിൽ നിർത്താം. നമുക്ക് ഇവരെത്തിയിട്ടില്ല, ഇവിടെ പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ടുണ്ട് ഒരാൾ ഇവിടെ നിന്ന് കയറി വരുന്നതായിട്ട്. അങ്ങനെ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ഇതെല്ലാം അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എല്ലാം. നമ്മുടെ പുൽക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പഴയ കളിമണ്ണ് വീട്, അങ്ങനെ ഒരു തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലധികം നമുക്ക് കോസ്റ്റ് ഒന്നും ആവത്തില്ല. നമ്മളിപ്പോൾ ഒരു പുൽക്കൂട് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവാകും. പക്ഷേ ഇത് നമുക്ക് കാർഡ്ബോർഡ് കിട്ടിയെന്ന് പറയുന്നത്, നമ്മളിപ്പം പ്രഷർ കുക്കർ വാങ്ങുന്നത് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് വാങ്ങുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാർഡ്ബോർഡ് വെട്ടി എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് കാർഡ്ബോർഡ് വെട്ടി, പിന്നെ അതിൻ്റെ കൂടെ പ്ലാസ്റ്റർ ഓഫ് പാരിസ്, ഇതിനാകെ ചിലവരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ പെയിൻറ്റിൻ്റെയും ക്യാഷാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരിസിന് ഒരു 60 രൂപ അതിനുള്ളിലേ വരും. പിന്നെ എല്ലാം കൂടെ ഒരു 100 രൂപ ആ ഒരു റേഞ്ചിനെ നിങ്ങൾക്ക് വരും.
പിന്നെ നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഓരോന്ന് സെറ്റ് ചെയ്യും. ഈ പായലാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും ഈ പുൽക്കൂട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്രാവശ്യം നിങ്ങൾ ഈ പുൽക്കൂട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയും ക്രിസ്മസ് വരുന്നുള്ളൂ. ക്രിസ്മസിൻ്റെ ഉറപ്പായിട്ട് ഇനിയും നമ്മൾ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.